പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലേക്കാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. മുസ്ലിം വിഭാഗങ്ങളോട് ഹിന്ദുക്കൾ കാണിക്കുന്ന നെറികേട് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഭരണകൂടം. തീവ്ര ഹിന്ദു സംഘടനകൾ ചെയ്തു കൂട്ടുന്ന ക്രൂരത സഹിക്കാവുന്നതിലും അപ്പുറമാണ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി വസിക്കുന്നിടങ്ങളിൽ മതചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളുമായി കടന്നു ചെല്ലുകയാണ് തീവ്ര ഹിന്ദു സംഘടനകൾ. ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പതിവ് കാഴ്ചയാവുകയാണ്. ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിൽ വിവിധ ഇടങ്ങളിൽ മുസ്ലിം വിഭാഗം കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഹിന്ദുത്വ സംഘടനകൾ പ്രകോപനപരമായി കടന്നു ചെല്ലുകയും സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്ത മുംബൈയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അനധികൃത കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് 40-ലധികം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിരിക്കുകയാണ് പ്രാദേശിക ഭരണകൂടം. മുഖ്യമന്ത്രിയുടെ ഡീപ് ക്ലീനിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് കെട്ടിടങ്ങൾ തകർത്തതെന്നാണ് അധികൃതർ പക്ഷേ വാദിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ പരിശോധനയിൽ സംഘർഷം ബാധിച്ച പ്രദേശങ്ങളിൽ മാത്രമാണ് അധികൃതർ ഈ പദ്ധതി പ്രകാരം പൊളിച്ചു നീക്കൽ നടത്തിയിരിക്കുന്നത്. മറ്റു വാർഡുകളിൽ ഇത്തരം നടപടികൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ ഇല്ലെന്നും എക്സ്പ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ജനുവരി 21-ന് രാത്രി 11 മണിയോടെ പ്രകോപനപരമായി കാവിക്കൊടിയുമായി ജയ് ശ്രീറാം വിളിയോടെ വാഹനങ്ങളിൽ കടന്നുപോയ ആളുകളും പ്രദേശവാസികളും തമ്മിൽ തർക്കമുണ്ടായെന്നും പോലീസ് പറയുന്നുണ്ട്. മീര റോഡ്, പൻവേൽ, നാഗ്പൂർ, നയാനഗർ പ്രദേശങ്ങളിലാണ് പ്രധാനമായും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മീര ഭയന്ദറിൽ സംഘർഷമുണ്ടായി 2 ദിവസത്തിന് ശേഷമാണ് മീര ഭയന്ദർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജനുവരി 23-ന് ഉച്ചയ്ക്ക് ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിം ആധിപത്യമുള്ള മീര റോഡിലെ ഹൈദരി ചൌക്ക് ഏരിയയിലെ 15ഓളം കെട്ടിടങ്ങൾ തകർത്തത്. ഇതിനു പിന്നാലെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും ബുധനാഴ്ച മുംബൈയിലെ മുഹമ്മദ് അലി റോഡിൽ 40ഓളം കടകൾ പൊളിച്ചു നീക്കിയിരുന്നു. ഞായറാഴ്ച രാത്രി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ അതേ പ്രദേശത്തെ കടകളാണ് MBMC പൊളിച്ചു നീക്കിയത്. മുംബൈയിൽ ആകെ 24 അഡ്മിനിസ്ട്രേറ്റീവ് വാർഡ് ഓഫീസുകളുണ്ട്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഡീപ് ക്ലീനിംഗ് പദ്ധതിയുടെ ഭാഗമായി അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വാർഡ് ഓഫീസുകൾ പറയുന്നുണ്ട്. ഈ ഡീപ് ക്ലീനിംഗ് നടപടിയിൽ കൂടുതലും അനധികൃത കച്ചവടക്കാരെയാണ് നീക്കം ചെയ്യുന്നത്. എന്നാൽ മുഹമ്മദ് അലി റോഡിലാണ് BMC പൊളിച്ചു നീക്കൽ നടത്തിയിരിക്കുന്നത്. മറ്റൊരു വാർഡിലും ഇത്തരമൊരു നടപടി സ്വീകരിച്ചതായി റിപ്പോർട്ടില്ല. ഇബ്രാഹിം മുഹമ്മദ് മർച്ചന്റ് റോഡിലെ കടകളും വഴിയോര കച്ചവടക്കാരുടെ സ്റ്റാളുകളുമാണ് പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ബന്ധപ്പെട്ട 10 വാർഡ് ഓഫീസുകളെങ്കിലും തങ്ങളുടെ വാർഡുകളിൽ കയ്യേറ്റ വിരുദ്ധ പൊളിച്ചു നീക്കൽ നടത്തിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. BMCയുടെ കയ്യേറ്റം നീക്കം ചെയ്യുന്ന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഡീപ് ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായി എല്ലാ മുനിസിപ്പൽ വാർഡുകളിലും ലോക്കൽ ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നടപ്പാതകൾ വൃത്തിയായി സൂക്ഷിക്കാനാണ് ചെറിയ വഴിയോര ഭക്ഷണശാലകളെയും കച്ചവടക്കാരെയും നീക്കം ചെയ്തത് എന്നാണ്. ഡിസംബർ ആദ്യവാരം മുതൽ ഈ ഡ്രൈവ് പ്രവർത്തിക്കുന്നുണ്ട്. റോഡിൽ ഇറക്കിയ കെട്ടിടങ്ങളെല്ലാം അനധികൃത കയ്യേറ്റങ്ങളാണെന്നും ഫുട്പാത്തിന് സ്ഥലം വിട്ടു നൽകുന്നതിനായാണ് പൊളിച്ചു നീക്കിയതെന്നും പ്രാദേശിക ഭരണകൂടം ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ബുൾഡോസർ രാജ് സംസ്കാരം ഭരണഘടനാ വിരുദ്ധമാണെന്നും എതിർക്കപ്പെടേണ്ടതുണ്ടെന്നും കോൺഗ്രസ് വക്താവ് അതുൽ ലോന്തെ തുറന്നടിച്ചിരുന്നു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഭരണഘടനാപരമായ മാർഗമല്ല ബുൾഡോസറുകളുടെ ഉപയോഗം. വാദം കേൾക്കുന്നതിനും നോട്ടീസ് നൽകുന്നതിനുമുള്ള ശരിയായ നിയമ നടപടിക്രമം പാലിക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എപ്പോഴും പ്രത്യേക സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാവുന്നത്? ഇത് നിർത്തണമെന്ന് നേതാവ് പ്രതികരിച്ചിരുന്നു. ഭീവണ്ടിയിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി MLA റായിസ് ഷെയ്ഖിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഒരു പ്രത്യേക സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ മറ്റേയാളെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതിന് എതിരായിരിക്കും. മഹാരാഷ്ട്ര സന്യാസിമാരുടെ നാടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും രാമക്ഷേത്രം ഉയർന്നതോടെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ ഉയരുന്നത് കടുത്ത ആക്രമണമാണ്.